പണത്തിന് യാതൊരു രീതിയിലുള്ള മൊറാലിറ്റിയും ഇല്ല, ധാർമ്മികത. ഗുഡ് മണി, ബാഡ് മണി എന്നൊന്നില്ല. ഓൾ മണി ആർ ഗുഡ് മണി. പണത്തിന് ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ, മൊറാലിറ്റി അനുസരിച്ചിട്ടാണ് പണം മൂവ് ചെയ്യുന്നതെങ്കിൽ, ഈ നാട്ടിലെ ടീച്ചേഴ്സ് എല്ലാവരും മില്യണേഴ്സ് ആകണമായിരുന്നു. കാരണം എന്താ? അവർ അറിവ് പകർന്നു കൊടുക്കുന്നവരാ. നേഴ്സന്മാരെല്ലാവരും മില്യണേഴ്സ് ആകണമായിരുന്നു. കാരണം എന്താ? അവർ ആതുര സേവനം നടത്തുന്നവരാ. ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥർ അല്ലെ, പോലീസുകാർ, ഇവരൊക്കെ മില്യണേഴ്സ് ആണ്. കാരണം എന്താ? ഇവർ സമൂഹത്തിന് വേണ്ടി, മൊറാലിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാ. പക്ഷെ ഇവരെല്ലാവരും സമ്പന്നരാണോ? അതേൻ്റെ അപ്പുറത്തെ സൈഡിൽ എല്ലാ ബാറ് മുതലാളിമാരും ബ്രോക്ക് ആകണമായിരുന്നു, ദരിദ്രന്മാരാകണം. എല്ലാ ക്യാസിനോ നടത്തുന്നവരും പട്ടിണിപ്പാവങ്ങളാകണം. പണത്തിന് മൊറാലിറ്റി ഉണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണോ ഇവിടെ? സോ മണി ഹാസ് നോ മോറൽ ജഡ്ജിമെൻറ്റ്. പണത്തിന് ഒരു രീതിയിലുള്ള ജഡ്ജിമെൻറ്റും ഇല്ല. നല്ലത് ചീത്ത ഇതൊന്നും പണത്തിന് അറിയില്ല. പണത്തിന് ഇങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തെ എല്ലാ നല്ല ആളുകളുടെ കയ്യിലും ധാരാളം പണമുണ്ടായേനെ. സോ മണി ഹാസ് വെരി ലിറ്റിൽ ടു ഡു വിത്ത് മൊറാലിറ്റി. സോ മണി ഡസൻറ്റ് കെയർ ഹൂ യു ആർ. നിങ്ങൾ ആര് എന്നുള്ളത് പണം ശ്രദ്ധിക്കത്തേയില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പണത്തിന് അറിയണ്ട. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണ്ട, നിങ്ങളുടെ പ്രായം അറിയണ്ട, ഇതൊന്നും പണത്തിന് അറിയണ്ട. ഇതൊന്നും പണം ചോദിക്കത്തുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പോലും ചോദിക്കില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സമ്പത്ത് നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ ഈ സമ്പത്തിനെ നമുക്കൊരിക്കലും പിന്തുടർന്ന് ചേസ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. പണത്തെ ചേസ് ചെയ്യാൻ പറ്റില്ല. പണത്തെ ചേസ് ചെയ്യും തോറും എന്ത് സംഭവിക്കും? ഇത് അകന്ന് പോയിക്കൊണ്ടേയിരിക്കും. എപ്പം നിങ്ങൾക്ക് കാശിന് ആവശ്യമുണ്ട് അപ്പോഴത്തെ കാര്യം ഒന്ന് ആലോചിച്ചേ. നമുക്കത് കിട്ടത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പൈസ പോലും നമ്മളിലേക്ക് വന്ന് ചേരത്തില്ല. കാരണം എന്താ? വെൻ വി ചേസ് മണി ഇറ്റ് മൂവ്സ് എവേ. പക്ഷേ സമ്പന്നരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ദേ അട്രാക്ട് മണി.